ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് SPMA, ഓക്കെ, സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ വഴി പാരാമെഡിക്കൽ ഡിപ്ലോമ ആൻഡ് ഡിഗ്രി കോഴ്സസിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റിയിരുന്നു. ഒരുപാട് കുട്ടികൾ അതിൽ രജിസ്റ്ററും ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒത്തിരി ഡൗട്ട്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന ഒരു Q&A സെക്ഷൻ വീഡിയോയാണിത്. അപ്പോൾ SPMAയിൽ അപേക്ഷിച്ച കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് വീഡിയോ കാണുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഡൗട്ട്സിലല്ലാതെ പുറമെ എനിക്ക് ഇൻസ്റ്റയിലും വന്നിട്ടുള്ള ഡൗട്ട്സ് കൂടി ഇതിനകത്തുകൂടി ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ കോഴ്സസ് ആണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളത് ഓൾറെഡി കഴിഞ്ഞ SPMAയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഗൂഗിളിൽ കയറി SPMA എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ BPT കോഴ്സ്, അതായത് ഫിസിയോതെറാപ്പി കോഴ്സ് ഉണ്ടോ എന്ന് പലരും ചോദിച്ചിരുന്നു. നമുക്ക് ഫിസിയോതെറാപ്പി കോഴ്സ് ഇപ്രാവശ്യം പ്രോസ്പെക്ടസിനകത്ത് വന്നിട്ടില്ല. ഇനി അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിരന്തരമായി വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്തുള്ള കമൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ കമൻസ് ഇടുന്നത് വീഡിയോ കാണാതെയാണ്. ഇപ്പോൾ ഞാനൊരു കോഴ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റിൽ ഈ കോഴ്സ് പറ്റുമോ എന്ന് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വീഡിയോ കാണുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് ചോദിക്കുക കേട്ടോ. ഇനി എത്ര കോളേജ് ഇതിൽ വെക്കാൻ പറ്റുമെന്ന് പലരും ചോദിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് 3 കോളേജായിരുന്നു ഇതിൽ വെക്കാൻ വേണ്ടി സാധിച്ചിരുന്നത്. ലാസ്റ്റ് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്, നമ്മളത് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് വീഡിയോ കണ്ടു നോക്കണേ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാൻഡ് കോപ്പി അയക്കണം, അതായത് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ 3 കോളേജിന് നമ്മൾ ഇതിൻ്റെ കോപ്പി കൊണ്ട് കൊടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, വെബ്സൈറ്റ് ത്രൂ തന്നെ ഇത് കോളേജിലേക്ക് എത്തുന്നതായിരിക്കും. എന്നിട്ട് എന്താണ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി SPMAയുടെ വെബ്സൈറ്റ് വഴി കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ നമുക്ക് ബാക്കി അപ്ഡേറ്റ്സ് ഒന്നും അറിയാൻ വേണ്ടി സാധിക്കില്ല. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വെബ്സൈറ്റ് ത്രൂ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല. ഇത് പലർക്കും ഡൗട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരുന്നത്. ഈ വർഷം വെബ്സൈറ്റ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കിനി മുന്നോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷം വെബ്സൈറ്റിൽ കൂടി നമുക്ക് ഒരു ഇൻഫർമേഷൻസും കിട്ടത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കും, അതിനുശേഷം എന്താണ് കോളേജുകാർ തന്നെ അവരുടേതായ റാങ്ക് ലിസ്റ്റ് ഇട്ടതിന് ശേഷം കുട്ടികളെ കോൾ ചെയ്യുക അല്ലെങ്കിൽ മെയിൽ അയക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ കുട്ടികൾ അവിടെ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ LBSൽ വരുന്നത് പോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ്, ഇതൊന്നും തന്നെ ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് കഴിഞ്ഞ വർഷം അറിയാൻ സാധിച്ചിട്ടില്ല. ഈ വർഷം എന്തെങ്കിലും അപ്ഡേറ്റ്സ് അങ്ങനെ വരുവാണെങ്കിൽ ചാനലിലൂടെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പലർക്കും ഇതൊരു ടെൻഷനായിട്ട് മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ചോദിച്ചതാണ് BSc നഴ്സിംഗ് ഉണ്ടോ എന്നുള്ളത്. BSc നഴ്സിംഗിന് നമുക്ക് ഓൾറെഡി PNCMAക്ക്, AMCS FNCക്ക്, LBS, അല്ലാതെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ്, ഇതൊക്കെ ഉള്ള അതുകൊണ്ട് തന്നെ SPMAയിൽ BSc നഴ്സിംഗ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല കേട്ടോ. പിന്നെ ഡിപ്ലോമ കോഴ്സസും ഇതിലുണ്ട്. ഇതിലുള്ള ഡിപ്ലോമ കോഴ്സസും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എത്രയാണ് ഫീ എന്നുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാനൊരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് LBSൻ്റെ അപ്ഡേറ്റ്, AMCS FNCKയുടെ അപ്ഡേറ്റ്, PNCMAKയുടെ അപ്ഡേറ്റ്, SPMA അപ്ഡേറ്റ് 2026, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അപ്ഡേറ്റ് മിസ്സായി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്ലേലിസ്റ്റിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് കണ്ടുപോകാം കേട്ടോ. പിന്നെ ചോദിച്ചതാണ് സെയിം കോഴ്സ് 3 കോളേജിൽ വെച്ചാൽ ഫസ്റ്റ് വെച്ച കോളേജിൽ കിട്ടാനല്ലേ ചാൻസ്. അതെ, നമ്മൾ ഫസ്റ്റ് എവിടെ വെക്കുന്നുവോ അവിടെയാണ് പ്രയോറിറ്റി ആയിട്ട് വരുന്നത് കേട്ടോ. ചേച്ചി ഇത് അപ്ലൈ ചെയ്ത് സാധാരണ ഇപ്പോൾ LBSലൊക്കെ ചെയ്തപ്പോൾ ഒരു പ്രിൻറ്റ് കിട്ടിയിരുന്നു, ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട്, അതുപോലെ ഇതിൽ കിട്ടിയില്ല, ഇഷ്യൂ ഉണ്ടോ? ഇല്ല, അതിൽ ഇഷ്യൂ ഇല്ല കേട്ടോ. ഇത് പ്രൈവറ്റ് അല്ലേ, LBS എന്ന് പറയുന്നത് ഗവൺമെൻറ് അല്ലേ, അതിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ടാണ്. പിന്നെ SPMA കോളേജിൽ ഹോസ്റ്റൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു 3 കോളേജാണ് വെക്കുന്നത്, ആ കോളേജിൻ്റെ നമ്പർ എന്തായാലും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ കോളേജിൽ നിങ്ങൾ വിളിച്ച് തിരക്കുക. കാരണം പറയുന്നതെന്ന് വെച്ചാൽ ചില കോളേജസിൽ ബോയ്സിനും ഹോസ്റ്റൽ അവൈലബിൾ ആണ്, ചിലയിടത്ത് ബോയ്സിന് ഹോസ്റ്റൽ അവൈലബിൾ അല്ല, ചിലയിടത്ത് ഗേൾസിനും ഹോസ്റ്റൽ അവൈലബിൾ അല്ല. നമുക്കറിയാലോ നമ്മൾ വെക്കുന്ന 3 കോളേജസ് ടോപ്പ് കോളേജസ് ആയിരിക്കുമല്ലോ. അവൈലബിലിറ്റി നിങ്ങൾ എന്തായാലും കോളേജിൽ തന്നെ വിളിച്ച് ചോദിക്കണം കേട്ടോ.
പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് SPMAയിൽ എത്ര പെർസെൻറ്റേജ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ വർഷം നമുക്ക് ഇതൊന്നും വെബ്സൈറ്റ് ത്രൂ അല്ല, കോളേജുകാർ സ്വന്തമായിട്ടിടുന്ന റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഓരോ കോളേജിലെ റാങ്ക് ലിസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. അത് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കതിലേക്ക് ഇടപെടാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് പല കുട്ടികളും ചോദിക്കുന്നതാണ് SPMAയിൽ എന്താണ് നമുക്ക് ഇത്ര മാർക്കുണ്ട് എനിക്ക് കിട്ടുമോ എന്നുള്ളത്. നമുക്കത് ഒഫീഷ്യലി എടുക്കാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രഡിക്ഷൻ വീഡിയോ. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷവും നമുക്കൊന്നും ഇവരുടെ വെബ്സൈറ്റ് വഴി ലഭിക്കില്ല. വെബ്സൈറ്റ് വഴി ലഭിക്കാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കോളേജിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കോളേജിൻ്റെ തന്നെ റാങ്ക് ലിസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ നിന്ന് നിങ്ങളെ കോൾ ചെയ്യായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കുകയായിരിക്കും ചെയ്യുന്നത്. പിന്നെ SPCMA എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അസോസിയേഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷം അത് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ, ഈ വർഷം അത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആവുകയാണെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് SPMAയുടെ പ്രോസസ്സ് വരുന്നത്. നെക്സ്റ്റ് BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ മാനേജ്മെൻറ്റ് സീറ്റ് നോക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേരള, തമിഴ്നാട്, കർണാടക, അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഇവിടെ നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഏതെങ്കിലും കോളേജ് സജഷൻ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും ഏജും ഇൻഡെക്സ് മാർക്കും അയക്കുക കേട്ടോ. ഫസ്റ്റ് ഇത്രയും ഡീറ്റെയിൽസ് അയക്കുക. അപ്പോൾ ബാക്കി എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ SPMAയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 3 കോളേജല്ലേ ഉള്ളൂ, നമ്മൾ ഫസ്റ്റ് വെച്ചത് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് കിട്ടുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നവരോടാണ് പറയുന്നത്. കോളേജിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇട്ട് അതിൽ നിന്നും മാത്രമേ നിങ്ങളെ വിളിക്കുകയുള്ളൂ. നിങ്ങൾ അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങളെ വിളിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. പലരും ചോദിച്ചതാണ് ആപ്ലിക്കേഷൻ ഇപ്പോൾ സെപ്പറേറ്റ് കോളേജിലല്ലേ കൊടുത്തേക്കുന്നത്, അപ്പോൾ അവർ വിളിക്കുമെന്ന് ഉറപ്പല്ലേ എന്നുള്ളത്. ഇല്ലടാ, അത് കറക്റ്റായിട്ട് നിങ്ങളുടെ മാർക്കെല്ലാം ബേസ് ചെയ്ത് റാങ്ക് എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ വിളിക്കുകയുള്ളൂ എന്നത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എപ്പോൾ വിളിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല. അതെല്ലാം കോളേജിൻ്റെ ഒഫീഷ്യലായിട്ട് അവർ റാങ്ക് ലിസ്റ്റ് വെച്ചതിന് ശേഷം മാത്രം നിങ്ങളെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ അവർ പറയുന്ന ഫീസും ഡോക്യുമെൻസുമായിട്ട് ഡയറക്റ്റ് കോളേജിൽ പോയി അപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കണം എന്നുള്ളതും നിർബന്ധമായൊരു കാര്യമാണ്. ആ സമയത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ആ സീറ്റ് ക്യാൻസൽ ആവും കേട്ടോ. നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൊരു ഡൗട്ട്, SPMAയിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്തു, അത് കഴിഞ്ഞിപ്പോൾ LBSൽ കിട്ടുവാണ്, അല്ലെങ്കിൽ മാറണം എന്നുണ്ടെങ്കിൽ അവർ ഫീസ് തിരികെ തരുമോ, സർട്ടിഫിക്കറ്റ് തിരികെ തരുമോ? അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് പ്രിൻസിപ്പലെ കണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കണം. അതായത് നിങ്ങൾക്ക് ഇതുപോലെ മാറാൻ താല്പര്യമുണ്ട്, മാറ്റുമോ എന്നുള്ളത്, NOC സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ളത്. അവർ തരില്ല എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറാൻ സാധിക്കില്ല, അവിടെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. തരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കും കേട്ടോ. മാക്സിമം ഒരു കോളേജസും തരത്തില്ല എന്നതാണ്. കഴിഞ്ഞ വർഷം അങ്ങനെ പ്രൈവറ്റ് മാനേജ്മെൻറ്റിലൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അവർ NOC തരാൻ ചാൻസ് കുറവാണ്. LBSൽ ഗവൺമെൻറ് സീറ്റ് കിട്ടിയാൽ മാത്രമേ അവർ NOC തരത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾ. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.